മലയാളത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയ ചിത്രം ചെമ്മീൻ. ഈ ചെമ്മീനിന് ശേഷം വളരെ ചെമ്മീൻ കാണാത്ത മലയാളികൾ കാണുകയില്ല. അതുപോലെ സൂപ്പർ ഹിറ്റ് ആയൊരു പടമായിരുന്നു ഈ ചെമ്മീൻ എന്ന് പറയുന്നത്. വളരെ 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 എല്ലാവരും പത്രമാധ്യമങ്ങളാണെങ്കിലും എല്ലാവരും വളരെയധികം പുകഴ്ത്തി, വാനോളം പുകഴ്ത്തിയ ഒരു ചിത്രമായിരുന്നു ചെമ്മീൻ. കൺമണി ഫിലിംസിന്റെ ബാനറിൽ ബാബു സേട്ട് എടുത്ത പടം. ബാബു ഇത് രാമുകാരിയുടെ സംവിധാനം ചെയ്ത. ഇവരുടെ അടുത്ത ഒരു പടം വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങളെല്ലാം വളരെ ആകാംക്ഷയോട് കൂടി നോക്കിയിരുന്നപ്പോഴാണ് അടുത്ത പടം ഇവർ അനൗൺസ് ചെയ്യുന്നത്. അത് 7 രാത്രികൾ എന്ന് പറഞ്ഞൊരു പടമായിരുന്നു അനൗൺസ് ചെയ്യുന്നത്. ഈ 7 രാത്രികൾ എന്ന് പറഞ്ഞാൽ കാലടി ഗോപി എന്ന് പറയുന്ന റൈറ്റർ, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, നല്ല സാഹിത്യകാരനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. കുറേ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നാടകം പെരുമ്പാവൂര് പുല്ലുവഴി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നതാണ് അറിവ്. അദ്ദേഹം ഇന്നില്ല. 60കളുടെ തുടക്കത്തിൽ ഇദ്ദേഹം കാലടി ഗോപി പ്രസിദ്ധീകരിച്ച ഒരു നാടകമായിരുന്നു 7 രാത്രികൾ. അതിൻ്റെ നന്നായിട്ട് വായനക്കാരുണ്ടായിരുന്നൊരു നാടകമാണ്. അതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരി ഗീത, അന്നത്തെ നാടകരംഗം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 400-ലധികം 450ഓളം നാടക കമ്പനികൾ ഉണ്ടായിരുന്നതാണ്, പ്രൊഫഷണൽ നാടകക്കാർ. അതിൽ പ്രധാനമായിട്ടുള്ളൊരു നാടക കമ്പനിയായിരുന്നു ചങ്ങനാശ്ശേരി ഗീത ആർട്സ് എന്ന് പറയുന്നത്. ഗീത ആർട്സിൻ്റെ സാരഥി ചാച്ചപ്പൻ, അദ്ദേഹം ഇതിൻ്റെ റൈറ്റ്സ് കാലടി ഗോപിയുടെ ഈ 7 രാത്രികൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടുത്തെ കേരളത്തിൽ അങ്ങോളമുള്ള കേരളത്തിന് പുറത്തുമൊക്കെയുള്ള സ്റ്റേജുകളിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 7 രാത്രികൾ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള, സാധാരണ മനുഷ്യരല്ല, സാധാരണക്കാരിലും വളരെ താഴ്ന്ന രീതിയിലുള്ള, അതായത് നഗരത്തിലെ പുറമ്പോക്കുകളിൽ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കെട്ടിടത്തിലൊക്കെ വരുന്ന തെരുവ് തണ്ടികൾ, പിടിച്ചുപറിക്കാര്, വേശ്യകൾ, കുഷ്ഠരോഗികൾ, ജയിൽ പുള്ളികൾ, ഇങ്ങനെ കള്ളന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അന്തിക്ക് ചേക്കേറാൻ വരുന്നൊരു സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ്, 7 രാത്രികൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു കഥയായിട്ടായിരുന്നു ഈ നാടകം പ്ലാൻ ചെയ്തിരുന്നത്. അതാണ് ഇവർ അവതരിപ്പിച്ചുകൊണ്ട് ഇത് തന്നെയായിരുന്നു സിനിമയും ആക്കിയത്. അത് അന്നത്തെ കാലത്ത് ഈ സാധാരണ സിനിമ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് നായകനോ നായികയോ, മരചുറ്റിയോട്ടം, മലരണിക്കാടുകൾ, അല്ലെങ്കിൽ പുഴ, കാട്, കാട്ടരുവി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭംഗിയുള്ള, കാണാൻ ഇമ്പമുള്ള, കണ്ണിന് കുളിർമയുള്ള, കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ മാത്രമുള്ള സിനിമകൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത് കാണാൻ ഒരു താല്പര്യവും, അല്ലെങ്കിൽ അത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി തന്നെ കണ്ടിരിക്കേണ്ട, ഒരു കുഷ്ഠരോഗി എത്ര നേരം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും, ഒരു തെരുവ് തണ്ടിയെ എത്ര നേരം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ മാത്രമാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നത് മുഴുവൻ. അങ്ങനെയുള്ളൊരു സിനിമ. അപ്പം ഇങ്ങനൊരു സിനിമ എടുക്കാനായിട്ട് ഇവർ സിനിമ വന്നു. അപ്പം ഇത് കാണാനായിട്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു. ഈ നാടകം വരുന്ന 1960കളിലോ അല്ലെങ്കിൽ സിനിമ വരുന്ന 68-ലോ ഒന്നും, 60ന്റെ തുടക്കത്തിലല്ല, 60കളിൽ ഈ കേരളത്തിലെ വലിയ മാനമുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളോ ഇതൊന്നുമില്ല. ആകെയുള്ളത് എനിക്ക് തോന്നുന്ന ഒരു വലിയ അമ്പരചുംബി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം 7 നിലയുള്ള മറൈൻ ഡ്രൈവിലുള്ള ഷൺമൂർ റോഡ് ആ ഭാഗത്തുള്ള സീലോഡ് ഹോട്ടലാണ്. അപ്പോൾ ഈ സീലോഡ് ഹോട്ടൽ എന്ന് പറയുന്നത് വളരെ പോഷായിട്ടുള്ള, സമ്പന്നർക്ക് മാത്രം കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോട്ടലായിരുന്നു. അതിനെക്കുറിച്ച് വേറെ ചില കഥകളുണ്ട്. ചെറുപുഷ്പം കൊച്ചേട്ടൻ അവിടെ പോയത്, അത് ഞാൻ പിന്നീട് കൊച്ചേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറയാം. സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നൊരു ഹോട്ടലായിരുന്നു ഈ സീലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു രാത്രി പാർട്ടികൾ നടക്കുന്നത്, അതിസമ്പന്നരായിട്ടുള്ള ആൾക്കാർ, വലിയ പോഷായിട്ടുള്ള കാറുകളിൽ വന്നിറങ്ങുന്ന, സൂട്ടും കോട്ടും ഒക്കെ ധരിച്ച ആൾക്കാർ, അല്പവസ്ത്രധാരണികളായ, മദാലസ നൃത്തം ചെയ്യുന്ന, അതൊക്കെ കാണിച്ചുകൊണ്ട് ഈ സമ്പന്നരുടേതായ ഒരു ലോകം കാണിച്ചിട്ട് നേരെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇതിലേക്കാണ് സിനിമ പോകുന്നത്. അപ്പോൾ പിന്നെ അവിടെയുള്ള കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയ പാഷാണം വർക്കി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഈ പാഷാണം വർക്കി ആലുമൂടനാണ് ആ വേഷം ചെയ്യുന്നത്. ഈ നാടകം ചാച്ചപ്പൻ, ഗീത ആർട്സിന്റെ ചാച്ചപ്പൻ ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ അതിൽ ഡൊമിനിക് എന്നായിരുന്നു അന്ന് ആലുമൂട്ടൻ്റെ പേര്. ആലുമൂട്ടനായിട്ടുള്ള ഡൊമിനിക്കാണ് ഈ പാഷാണം വർക്കിയുടെ വേഷം ചെയ്തത്. പുള്ളി പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ധർമ്മക്കാരെ പിച്ചെടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഇവർ ചിലപ്പം നമ്മളുടെ, അതായത് വീട്ടുകാരുടെ ഭക്തി, ദൈവവിശ്വാസം മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ അകത്തൊരു ഫോട്ടോ വെച്ചുകൊണ്ട് വരും. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ അന്തോണീസ് പുണ്യവാളൻ്റെ ഒക്കെ ഒരു ഫോട്ടോ. അപ്പം ഈ പാഷാണം വർക്കിയുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പിച്ചതണ്ട് എന്നുള്ളതാണ്. സൗകര്യം കിട്ടിയ പുള്ളി മോഷ്ടിക്കും, കട്ടെടുക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ദുശീലങ്ങളുള്ള ആളാണ് ഈ പാഷാണം വർക്കി എന്ന് പറയുന്നത്. അപ്പം പുള്ളിയുടെ ടെക്നിക്ക്, പുള്ളിയുടെ ബിസിനസ് എന്ന് പറയുന്നത്,
പുള്ളി ഈ പിച്ച കണ്ടാൻ പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ വെക്കും. ഈ ഫോട്ടോയുടെ ഒരു വശത്ത് പുള്ളി ചെല്ലുമ്പോൾ വീടുകളുടെ വാതിക്കൽ ഒരു ഗുരുവായൂരപ്പന്റെ ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈന്ദവ രീതിയിലുള്ള തുളസി പോലുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, തുളസിത്തറ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ ഹിന്ദുവിന്റെ വീടാണല്ലോ. അപ്പൊ പുള്ളി ഗുരുവായൂരപ്പന്റെ പടം ഫ്രണ്ടിൽ വരത്തക്ക രീതി വയ്ക്കും. ഇത് നേരെ ഈ ഫോട്ടോയുടെ മറുവശം എന്ന് പറയുന്നത് അന്തോണീസ് പുണ്യവാളന്റെ ക്രിസ്ത്യൻ ഭവനത്തിൽ ചെല്ലുമ്പോൾ പുള്ളി നേരെ പ്ലേറ്റ് തിരിക്കും, ഫോട്ടോ തിരിച്ചു വെച്ചിട്ട് അന്തോണീസ് പുണ്യവാളന്റെ പടം കാണിച്ചിട്ടാണ് അവിടെ പിച്ച തരുന്നത്. അങ്ങനെ രസകരമായിട്ടൊരു കഥാപാത്രമാണ് പുള്ളി. അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടേതായ ഒത്തിരി ഇതൊക്കെയുണ്ട്, ന്യായവാദങ്ങളും ഒക്കെ ഉണ്ട്. ഭണ്ഡാരപ്പെട്ടി തുറന്നിരുന്ന്, നേർച്ചപ്പെട്ടി തുറന്നിരുന്നാൽ സൗകര്യം കിട്ടിയാൽ പുണ്യാളജം പോലും അതിൽ നിന്ന് കൈയിട്ട് വരും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഈ പാഷാണം വർക്കി. ആലുമൂടൻ ആദ്യമായിട്ട് സിനിമയിൽ ചെയ്യുന്ന വേഷമാണ് ഈ പാഷാണം വർക്കി എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ട് ചെയ്തു, ആൾക്കാരുടെ ശ്രദ്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നാടകത്തിലുള്ള പേരിന് പുറമെ പുള്ളിക്ക് പ്രത്യേകിച്ച് ഡയലോഗ് ഒന്നും പഠിക്കേണ്ടി വന്നില്ല. നാടകത്തിലെ പല ഡയലോഗുകളും അതുപോലെ തന്നെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി വളരെ രസമായിട്ട് തിളങ്ങിയ ഒരു വേഷമായിരുന്നു ഇത്. പിന്നെ അതിൻ്റെ അകത്തൊരു ഇക്കയുണ്ട്, അത് ഈ ഗീത ആർട്സിന്റെ ഉടമസ്ഥനായിട്ടുള്ള ചാച്ചപ്പൻ തന്നെയാണ് ആ വേഷം ചെയ്തത്. പുള്ളി ഒരു മുസ്ലിം ക്യാരക്ടർ, വട്ടത്താടിയും തൊപ്പിയും ഒക്കെ ആയിട്ട്. ഇയാള് സ്വന്തം കെട്ടിയോളെ കൊന്നതിന്റെ പേരിൽ ഒരു ജീവപര്യന്തം 12 കൊല്ലം ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് പുറത്തിറങ്ങിയ ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ഒരു മകളുണ്ടായിരുന്നു. ഈ മകളെ കാണാതെ പോകും ചെറുപ്പത്തിൽ. അപ്പൊ ഈ കാണാതെ പോയ മകളെ അന്വേഷിച്ചിട്ട് കൂടിയാണ് പുള്ളി നടക്കുന്നത്. പുള്ളിയുടെ ഈ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള പുള്ളി കളിവീണ ചിരട്ട കൊണ്ടൊക്കെ കളിവീണ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് വായിച്ചൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇത് വിറ്റിട്ടൊക്കെ കിട്ടുന്ന കാശാണ് പുള്ളിയുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. പിന്നെ ഒരു ചട്ടുകാലി മറിയ. ചട്ടുകാലി മറിയ എന്ന് പറയുന്നത് അവിടെ തന്നെ ഇവിടെ ആദ്യം ഉറങ്ങുന്ന ഒരു പാർട്ടിയല്ല, അവിടെ താമസിക്കുന്ന ഈ ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്, അവിടെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ചട്ടുകാലി മറിയ എന്ന് പറയുന്നത്. അവരൊരു ഒരു വേശ്യാസ്ത്രീ പോലത്തെ ഒരു സ്ത്രീയാണ്. അവർക്കൊരു മകനുണ്ട്. മകൻ എന്നൊരു ചെറിയ പയ്യനാണ്. മാസ്റ്റർ പ്രമോദാണ് ചെയ്യുന്നത്. ഈ ചട്ടുകാലി മറിയായിട്ട് വരുന്ന കമലമ്മ എന്ന് പറയുന്ന നടിയായിരുന്നു വന്നിരുന്നത്. അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നാടകത്തിൽ അവർ തന്നെയായിരുന്നു ആ വേഷം ചെയ്തിരുന്നത്. പിന്നെ ഒരു ഉടുമ്പ് ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതായത് പുള്ളി ഒരു റൗഡിയാണ്. ഈ എല്ലാവരും പേടിപ്പിച്ചൊക്കെ കാശ് വാങ്ങിക്കുക, ചന്തയിൽ നിന്നൊക്കെ പിരിവൊക്കെ എടുക്കൽ എന്ന് പറയുന്ന പോലെ ഈ ധർമ്മം പിച്ച തണ്ടി കൊണ്ടുവരുന്ന കാശിൽ നിന്ന് പോലും എട്ടണ എന്നും പറഞ്ഞിട്ട് ഇതിന്റെ വീതം വാങ്ങിക്കുന്ന ഒരാളായിട്ടാണ് ഉടുമ്പ് ഗോവിന്ദൻ. അത് ഗോവിന്ദൻകുട്ടിയാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഗോവിന്ദൻകുട്ടി പണ്ടെന്നോ എവിടുന്നോ തട്ടിക്കൊണ്ട് വന്നൊരു പെങ്കൊച്ചുണ്ട്, അന്ധയാണ്. ഈ അന്ധയായ പെൺകുട്ടിയെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അവള് വലുതായി ഇപ്പൊ ഒരു യുവതി പരുവത്തിലായിരിക്കുന്നു. അത് സീത എന്നാണ് അവളുടെ പേര്. ലതയില്ലേ നമ്മുടെ ചെമ്മീൻ സിനിമയിലെ കറുത്തമ്മയുടെ അനിയത്തിയായിട്ട് അവസാനം കറുത്തമ്മ ചെയ്യേന്ന് പറഞ്ഞ് വിളിച്ച് തീരത്തോടൊക്കെ അലഞ്ഞ് നടക്കുന്ന ഈ ചേച്ചിയെ വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഇതിട്ടുള്ളൂ, പഞ്ചമി. അതിൽ ലത ചെയ്ത വേഷം. ലത രാജു, ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ രാജു എന്ന് പറയുന്ന ആളുണ്ടല്ലോ, രാജുവിന്റെ വൈഫാണ് ഈ ലത രാജു എന്ന് പറയുന്നത്. അപ്പൊ ലതയാണ് ഈ സീത എന്ന് പറയുന്ന വേഷം ചെയ്തിരിക്കുന്നത്, അന്ധയായിട്ടുള്ള പെണ്ണായിട്ട് വരുന്നത്. പിന്നെ അതിലെ ഒരു കാല് വയ്യാത്തൊരു മുടന്തനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഹാൻസം ആയിട്ടുള്ള സുന്ദരനായിട്ടുള്ള ഒരു അബു എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. പുള്ളി ഒരു ഹാർമോണി പെട്ടിയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ വെച്ചുകൊണ്ട് പാട്ടുമൊക്കെ പാടി നഗരത്തിലൊക്കെ നടന്നിട്ട് പിച്ച തണ്ടുന്ന പാട്ട് പാടിയൊക്കെ കിട്ടുന്ന ഒരു കാല് വയ്യല്ലോ, അപ്പോൾ ക്രച്ചസ് വെച്ചിട്ടാണ് പുള്ളി പോകുന്നത്, ഊന്നുവടി വെച്ചിട്ട്. അപ്പം അങ്ങനത്തെ ഒരാളുണ്ട്. പിന്നെ ഒരു പയ്യൻ, നേരത്തെ പറഞ്ഞല്ലോ ഈ ചട്ടുകാലി മറിയയുടെ മകൻ പയ്യൻ, മാസ്റ്റർ പ്രമോദ് ചെയ്യുന്നൊരു വേഷം. പിന്നെ ഒരു കൂനനുണ്ട്. ഈ കൂനൻ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓടക്കുണ്ടാവും, വഴക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ കൂനനൊരു വെട്ടുകത്തിയൊക്കെ ആയിട്ട് ചാടി വരും. ആണെങ്കിൽ പോയി തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഈ അലമ്പുണ്ടാക്കുന്ന സാധനം എല്ലാം സെറ്റിൽ ചെയ്ത് മാറ്റി വിടുന്ന ഒരു ഇതാണ് ഇയാള്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള. പിന്നെ ഉള്ളത് പണ്ട് ഈ അബു എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് അബുവിന്റെ വേഷം ചെയ്ത് ജേസിയാണ്, ജേസി കുറ്റിക്കാട്. ജേസി കുറ്റിക്കാട് എന്ന് പറയുന്നത് നമ്മുടെ ഈറസദ്യ തുടങ്ങിയുള്ള എത്രയോ, ശാവമോഷം തുടങ്ങിയുള്ള എത്രയോ പടങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്ന ആളുണ്ട്. പുള്ളി ഒരു നല്ല എഴുത്തുകാരനായിട്ട്, നോവലിസ്റ്റായിട്ട്, ഗാഥികനായിട്ടൊക്കെ വന്നിട്ട് അവസാനം നാടക നടനായിരുന്നു, പിന്നെ തിരക്കഥാകാരനും ഒക്കെ ആയിട്ട് സിനിമാ സംവിധായകനായി. ഞങ്ങൾ സ്നേഹത്തോടെ, ഞങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ആളാണ്. എനിക്ക് ഡെന്നീസിന്, അമ്പിളി, പ്രവതയ്ക്കൊക്കെ വളരെ അടുത്തറിയാവുന്ന ആളാണ്. ജേസി ആശാൻ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്, ജേസി കുറ്റിക്കാട്. അപ്പം അദ്ദേഹം അഭിനയിച്ച ഇതാണ്, അബുവായിട്ട് അഭിനയിക്കുന്നതാണ് ഈ 7 രാത്രികളിൽ. ഈ അബുവും ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ജയിലിൽ കഴിഞ്ഞത് പുള്ളി വേറെ ആൾ ചെയ്ത കുറ്റം ഏറ്റെടുത്തിട്ട് ജയിലിൽ പോവുകയാണ്. പുള്ളിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. അത് കമലാദേവി എന്ന് പറയുന്ന നടിയാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്, അന്നമ്മ, ഒരു ക്രിസ്ത്യൻ ക്യാരക്ടർ. ഇവളുമായിട്ട് പ്രേമമായിരുന്നു. പക്ഷെ ഇവളുടെ അച്ഛൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ ഈ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛൻ ചെയ്തൊരു കുറ്റം ഏറ്റെടുത്തിട്ട്
കാമുകിയെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. കാമുകിയുടെ അച്ഛൻ ചെയ്ത കുറ്റം ഏറ്റെടുത്തിട്ട് ആ കുറ്റത്തിൻ്റെ പേരിലാണ് ഈ അബു, അതായത് ജെ.എസ്.സി ആശാൻ ചെയ്യുന്ന വേഷം. പുള്ളി ജയിലിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ഈ കമലമ്മയുടെ ജീവിതം ആകെ മാറിയിരുന്നു. കമലമ്മയുടെ അച്ഛൻ മരിക്കും. ഇവക്ക് യൗവനയുക്തയായ ഒരു പെണ്ണാണ്. ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിനൊറ്റയ്ക്ക് അവള് ഈ തെരുവ് കൊണ്ടുള്ള ഉടുമ്പ് പോകുന്നതിനെ പോലുള്ള കക്ഷികളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം പിടിച്ചു വലിക്കാനൊക്കെ വരുമൊക്കെ ചെയ്യാതെ അവരോടൊക്കെ നേരിട്ടിട്ട് വേണം ജീവിക്കാനായിട്ട്. അങ്ങനെ ഇവക്ക് സുഖമില്ലാതെ കൂടെ ആകുമ്പോൾ ഇവളെ സഹായിക്കാനായിട്ട് ഇവളെ ശുശ്രൂഷിക്കുന്ന ഒരു കുമാരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ചെയ്യുന്നത് നെല്ലിക്കോട് ഭാസ്കരനാണ്. നെല്ലിക്കോട് ഭാസ്കരൻ ഇവളെ കല്യാണമൊക്കെ കഴിക്കും. അങ്ങനെ അവർ ഒരുമിച്ചാവും താമസം. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുമാരന് ഇവളെ സംശയം തോന്നാൻ തുടങ്ങും. കുമാരൻ ക്ഷയരോഗിയായിട്ട് മാറും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്ത, അതായത് നമ്മുടെ സമൂഹത്തിൽ നമുക്കൊന്നും സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണിത്. അപ്പം ഇതിൽ ഈ നല്ല, എനിക്കിതിൽ പടം ചെയ്തതിൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ രാമുകാരിയായിട്ട് കാണിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് പിണക്കം തോന്നിയ, ദേഷ്യമല്ല പിണക്കം തോന്നിയൊരു കേസെന്ന് പറഞ്ഞാൽ, ഇതിൽ വയലാർ രചിച്ചിട്ട് സലിൽ ചൗധരിയാണ് ഇതിൻ്റെ അകത്തെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ഗംഭീരം, എല്ലാ പാട്ടുകളും നല്ലതാണ്, പാട്ടുകളെല്ലാം ഹിറ്റായിരുന്നു. ഒരു ഗംഭീര പാട്ടാണ് രാത്രി രാത്രി യുഗാരംഭശില്പിതൻ മാനസപുത്രീ മദാലസഗാത്രീ മനോഹരരാത്രി രാത്രി. ഇങ്ങനെ പോകുന്ന രാത്രിയെക്കുറിച്ച് കുറേയേറെ വിശേഷണങ്ങളും എന്നാണ് പറഞ്ഞിട്ട് വളരെ രസമായിട്ട് വയലാറിൻ്റെ ഒരു രചനയുണ്ട്. സലിൽ ചൗധരി ഗംഭീരമായിട്ട് ട്യൂൺ ചെയ്തിരിക്കുകയാണ്. രാത്രിയെ നമ്മൾ രാത്രിയിൽ ചുമ്മാ ഏകാന്തതയിലിരുന്ന് വെറുതെ മേപ്പോട്ട് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ രാത്രിയുടെ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ നോക്കുക. അറിയാതെ ഈ പാട്ട് കേട്ടിട്ടുള്ളവരുടെ മനസ്സിലേക്ക് ഈ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങളൊന്ന് നോക്ക്. കൃപാവർഷവാഹിനി എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രിയെ വിശേഷിപ്പിക്കുന്ന കുറേയേറെ വിശേഷങ്ങൾ ഗംഭീരമായിട്ട്, അധികം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒന്നുമില്ല, കോറസ് മാത്രം വെച്ചിട്ട് PB ശ്രീനിവാസാണ് പാടിയിരിക്കുന്നത്. PB ശ്രീനിവാസന് മാത്രം പാടാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ആകർഷണീയമായൊരു ശബ്ദവും ഇതൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. PB എന്ന് വെച്ചാൽ പ്രതിവാദി ഭയങ്കരം ശ്രീനിവാസ് എന്നാണ്. PB ശ്രീനിവാസ്, പ്രതിവാദി ഭയങ്കരം എന്ന് പറയുന്നവരുടെ സർനെയിം പോലത്തെയാണ്. നമ്മുടെ ഇത് കേട്ടിട്ടില്ലേ, കൗസല്യ സുപ്രജ രാമപൂർ, ഇത് വെങ്കടേശ്വര സുപ്രഭാതം, അത് രചിച്ചത് 13-ാം നൂറ്റാണ്ടിലെ മറ്റാണ്, 13-14 നൂറ്റാണ്ടിലെ മറ്റ് ജനിച്ച, അത് പ്രതിവാദി ഭയങ്കരം അണ്ണൻ സ്വാമി എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങേരുടെ തലമുറയിൽപ്പെട്ട ആളാണ് ഈ പ്രതിവാദി ഭയങ്കരം ശ്രീനിവാസ്. PB ശ്രീനിവാസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പാടിയ പാട്ട് ഗംഭീരമാണ്. പിന്നെ ഇതിലെ ഈ കെട്ടിടത്തിലെ അന്തേവാസികളെല്ലാവരും കൂടെ ചേർന്ന്, അവർക്കും വേണമല്ലോ ഒരു വിനോദമൊക്കെ, അവർക്ക് ഈ തണ്ടലും ഇതും കഷ്ടപ്പാടും മാത്രം പോരല്ലോ. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ആസ്വദിക്കാൻ തോന്നുന്ന ഒരു സമയത്ത് അവർ പാട്ട് പാടാറുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് പാടുന്നൊരു പാട്ടുണ്ട്. അബുവാണ് നേതൃത്വം കൊടുക്കുന്നത്. കാക്കക്കറുമ്പികളെ കാർമുകിൽ തുമ്പികളെ മാനത്തു പറക്കണ കൊടി കണ്ടോ, മാനത്ത് പറക്കണ കൊടി കണ്ടോ. രസമുള്ളൊരു പാട്ട്. അതിനകത്ത് തന്നെ ഇതിൽ പാടുന്നവരുടെ സ്വഭാവമായിട്ട് ബന്ധമുള്ള രീതിയിലാണ് അതിൻ്റെ ലൈൻസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. ഈ ഡാൻസ് കളിക്കുന്ന പയ്യനുണ്ടല്ലോ, ചെറിയൊരു പയ്യൻ, ചട്ടുകാലി പറയുടെ മോൻ. ഈ പയ്യൻ പട്ടണത്തിൽ വന്നിരിക്കണ ഫസ്റ്റ് ഒരു സിനിമ, 8-10 പാട്ട് കേൾക്കാം, മുട്ടിന് ഗുസ്തി കാണാം. അന്നത്തെ സിനിമയുടെ പ്രത്യേകത ഇവർ പറയുന്നുണ്ട്. ഇച്ചിരി കളിയാക്കി പറഞ്ഞാണോ എന്ന് സംശയമുണ്ട്, പക്ഷെ അതിനുള്ള യോഗ്യത ഇവർക്കില്ല. കാരണം ഈ പടത്തിലും പാട്ടുണ്ട്, മറ്റു പടത്തിൽ പാട്ടും ഇടിയും ഉണ്ടെന്നുള്ള കളിയാക്കി പറഞ്ഞ പോലെയാണ് അത് വന്നിരിക്കുന്നത്. 8-10 പാട്ട് കേൾക്കാം, മുട്ടിന് ഗുസ്തി കാണാം, അങ്ങനത്തേത്. അതിൽ തന്നെ ആലുമൂടന്റെ ലൈൻ കൊടുത്തിരിക്കുന്നത്, കിഴക്കൊരു പള്ളി, പള്ളിക്കകത്തൊരു പൊൻകുരിശ്, വ്യസനസ് പൊളിഞ്ഞൊരു വല്യപ്പൻ, ഇന്നൊരു പണത്തോളം പൊന്നുതാ പുണ്യാളച്ച. അങ്ങനെയാണ് ഇത്. അപ്പം ഇങ്ങനെയൊക്കെ പോകുന്ന ഈ കഥാപാത്രങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ഇത്. അടുത്ത പാട്ട് ഈ അബു
കാല് വയ്യാത്ത അബു ജേസിയാശാൻ ഇരുന്നിട്ട് പാടുന്നൊരു പാട്ടുണ്ട്. ഗംഭീര ഒരു പാട്ട്. ആ ഇടയ്ക്ക് റേഡിയോയിൽ ഇത് മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഈ വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും, വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും വാനം പാടികളല്ലോ ഞങ്ങൾ, കാടാറുമാസം. അങ്ങനെ നല്ലൊരു പാട്ടുണ്ട്. പിന്നെ ഈ ഇവള് അന്നമ്മ എന്ന് പറയുന്ന കമലാദേവി ചെയ്യുന്ന ക്യാരക്ടറിലൊരു കൊച്ചുണ്ട്, കുമാരൻ ഇതിൽ അവരുടെ ബന്ധത്തിലൊരു കൈക്കുഞ്ഞൊക്കെ ഉണ്ട്. ഈ കുഞ്ഞിനെ ഉറക്കാനായിട്ട് നമ്മുടെ ലത, അതായത് അന്ധയായിട്ടുള്ള ആ കക്ഷി ഇരുന്നിട്ട് പാടുന്ന ഒരു പാട്ടുണ്ട്. നല്ല രസമുള്ളൊരു പാട്ടാണ്. പി ലീലയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. പഞ്ചമിയോ പൗർണമിയോ കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കുളിരും മഞ്ഞും കോരിയിട്ടു ഹരിരോ. രസമുള്ളൊരു പാട്ടാണ്. വെളിയിൽ നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. പിന്നെ ഈ അന്ധനായിട്ടുള്ള ഇത് ഇവള് പാടുന്ന ഒരു പാട്ട് കേട്ടിട്ട് പറഞ്ഞില്ല, ആദ്യം ചാച്ചപ്പൻ ചെയ്യുന്ന വേഷമുണ്ട് ഇക്ക എന്ന് പറയുന്നത്. ഇയാൾ ഈ മൺവീണ കളിവീണയൊക്കെ ഉണ്ടാക്കി വിറ്റെടുക്കുന്നു. പുള്ളി അന്വേഷിച്ചെടുക്കുന്ന പുള്ളിയുടെ കാണാതെ പോയ മകളെയാണ്. അപ്പൊ ഈ മകള് പണ്ട് ഇവൾക്ക് വാപ്പ പാടി കൊടുത്തിരുന്നൊരു പാട്ട് ഇവള് പാടുന്നതായിട്ടുണ്ട്. ആ പാട്ട് കേട്ടിട്ടാണ് ഇയാള് മകളെ തിരിച്ചറിയുന്നത്, ഇത് മകളാണെന്നുള്ള കാര്യം ഈ ഇക്ക തിരിച്ചറിയുന്നത്. ആ പാട്ട് നല്ല ഗംഭീരമായിട്ടുള്ള. അത് ട്യൂൺ ചെയ്യാൻ സലിൽ ചൗധരിക്ക് അന്ന് സാധിച്ചിരുന്നില്ല. പുള്ളിക്ക് എന്തോ അസുഖം വന്നിട്ട് സമയത്തിന് ഇത് ട്യൂൺ ചെയ്യാൻ പറ്റിയില്ല ആ പാട്ട്. അപ്പോൾ ഇത് ആര് ട്യൂൺ ചെയ്യും, പെട്ടെന്ന് റെക്കോർഡ് ചെയ്തേ പറ്റുള്ളൂ, ഷൂട്ടിംഗ് നടക്കണം, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം രാമുകാരിയായിട്ട് എല്ലാം ചേർന്ന് ഈ ഇവരുടെ ലതയുടെ അമ്മ ശാന്ത പി നായർ അവരോട് പറയുന്നു ശാന്ത ചെയ്യുമായിരുന്നു. അത് നല്ല സംഗീതജ്ഞയാണ് ശാന്ത പി നായർ. അവരോട് പാട്ട് ചെയ്യാൻ പറഞ്ഞു. അവർക്ക് ആകെ പരിഭ്രമമായി. കാരണം അങ്ങനെ ഒരു സാധനം ഇവർ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല അതിന് മുമ്പ്. അങ്ങനെ ഇവർ പറഞ്ഞ് നിർബന്ധിച്ച് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവർ പാട്ട് ചെയ്തു. അങ്ങനെ ഈ പാട്ട് ഫോണിലൂടെ സലിൽ ചൗധരിയെ കേൾപ്പിച്ചു. സലിൽ ചൗധരി പറഞ്ഞ ഒന്നാം തരമായിട്ടുണ്ട്, ആ പാട്ട് തന്നെ എടുത്താൽ മതി, ഗംഭീരമായിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശാന്ത പി നായർ ട്യൂൺ ചെയ്ത ഒരു പാട്ടാണ്. അത് പടത്തിൽ പാടിയിരിക്കുന്ന ലതാ രാജുവാണ്. മക്കത്തു പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്തു പതിച്ചൊരു മേനാവ്, ഉടുക്കാൻ കസവിട്ട കള്ളിമുണ്ട്, നടക്കാൻ മെതിയടി പൊന്നുകൊണ്ട്. അങ്ങനൊരു പാട്ട്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള പാട്ടുകൾ, എല്ലാം ഹിറ്റ് പാട്ടുകളായിരുന്നു. ഇതിൻ്റെ കൂടുതൽ സംഭവങ്ങൾ, കഥാപാത്രങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതിൻ്റെ കൂടുതൽ സംഭവങ്ങൾ ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഒരു പ്രിൻ്റ് ദുർബലമാണ്. ആ പ്രിൻ്റ് അത്ര ക്ലാരിറ്റി ഉള്ളതൊന്നുമല്ല, കഷ്ടിച്ച് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു പ്രിൻ്റ് യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിട്ടതല്ല, അങ്ങനെ ഒരു പ്രിൻ്റ് കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണേൽ കണ്ടു നോക്കാം. എന്താണേലും ഈ പടം ചെമ്മീന് ശേഷം എന്ന് പറഞ്ഞ് വലിയ പ്രതീക്ഷയോടുകൂടി വന്ന് ഞങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് നോക്കിയിരുന്ന ഈ പറഞ്ഞ പുതുമകളും കാര്യങ്ങളും രാത്രി എന്ന് പറഞ്ഞ അതിഗംഭീര ഗാനവും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വലിയ സങ്കടം. ആ പാട്ട്, ഇത്രയും നല്ലൊരു പാട്ട്, ഞാൻ മുമ്പേ അത് പറഞ്ഞില്ല, ഇത്രയും നല്ലൊരു പാട്ട് ഉണ്ടായിട്ട് അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസ മാത്രമേ പടത്തിൽ, അത് ടൈറ്റിൽ സോങ് ആയിട്ട് രാമുകാരിയായിട്ട് കേൾപ്പിച്ചുള്ളൂ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ല, എനിക്ക് രാമുകാരിയായിട്ടുള്ള കടുത്ത പിണക്കം തോന്നി എന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് കാര്യം. അത്രയും നല്ലൊരു പാട്ട്. അതിടയ്ക്ക് ഇത് പാട്ട് നന്നായിട്ട് ഉപയോഗിക്കേണ്ടതായിരുന്നു, അത് ഉപയോഗിച്ചില്ല എന്തോ. പിന്നെ ഇതിന് ഓപ്പോസിഷനായിട്ട് അന്ന് വന്നൊരു പടം KPSCയുടെ തുലാഭാരമായിരുന്നു. അതും നാടകത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് വന്നൊരു സിനിമയാണ് തുലാഭാരം. അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് വന്നു. പക്ഷേ ഈ 7 രാത്രികൾ തകർന്ന് തരിപ്പണായിപ്പോയി, ആരും കാണാനില്ലാതെ. ഒരുപക്ഷെ ഈ കഥാപാത്ര ഭംഗിയില്ലായ്മയോ അല്ലെങ്കിൽ അവരുടെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥകളോ ഒക്കെ ആയതുകൊണ്ടാകാം, എന്തായാലും പടം ദയനീയ പരാജയമായി പോയൊരു പടമായിരുന്നു 7 രാത്രികൾ എന്ന് പറയും.